വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള രണ്ട് വ്യക്തികളെ പഠിക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ആണ് സി കൃഷ്ണൻ അല്ലെ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കുറേയധികം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് കണ്ടിട്ടുണ്ട് അല്ലെ. സി കൃഷ്ണൻ തൃശ്ശൂർ ജില്ലക്കാരനാണ്. തൃശ്ശൂർ ജില്ലയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഇവരൊന്നും ജനിച്ച വർഷമൊന്നും നിങ്ങൾ അങ്ങനെ ഓർക്കേണ്ട കാര്യമില്ല. അപ്പൊ സി കൃഷ്ണൻ ജനിച്ചത് എവിടെയാണെന്ന് മനസ്സിലാക്കുക. തൃശ്ശൂർ ജില്ലയിലാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ കേരളത്തില് ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടിയ ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന് നമ്മൾ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. നമ്മൾ കൂടുതലും മിതവാദി സി കൃഷ്ണൻ എന്ന രീതിയിലാണ് ഇദ്ദേഹത്തെ കൂടുതൽ കേട്ടത്. ഇദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. തൃശ്ശൂർ ജില്ലയിലാണ് ജനിക്കുന്നത്. കേരളത്തിലെ പണ്ട് കാലത്ത് അദ്ദേഹം ഒരു 1867 അദ്ദേഹം ജനിക്കുന്നത്. അപ്പൊ എന്താ പറയുക, ഒരു 80 കാലഘട്ടത്തിലൊക്കെ വളരെയധികം ജാതി വ്യവസ്ഥയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയ വ്യക്തിയാണ്. മലബാറിൽ ഉണ്ടായിരുന്ന താലികെട്ട് കല്യാണം, പുലകുളി, അതുപോലെ തിരണ്ടുകുളി എന്നീ അനാചാരങ്ങൾക്കെതിരെ പോരാടിയ വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി കൃഷ്ണനാണ്. അപ്പൊ എവിടെയാണ്? മലബാറിൽ നിലനിന്നിരുന്ന താലികെട്ട് കല്യാണം, പുലകുളി, തിരണ്ടുകുളി തുടങ്ങിയ ആചാരങ്ങൾക്കെതിരെ പോരാടിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി കൃഷ്ണനാണ് കേട്ടോ. ഇനി നമുക്ക് വളരെയധികം എന്താ പറയുന്നത്, ഇദ്ദേഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ നമുക്കറിയാം എന്താണ്, മിതവാദി പത്രത്തിന്റെ പത്രാധിപരായ ശേഷമാണ് നമ്മള് ഇദ്ദേഹത്തെ മിതവാദി സി കൃഷ്ണൻ എന്ന പേരിൽ വിളിച്ചു തുടങ്ങിയത്. അപ്പൊ ഇദ്ദേഹം മിതവാദി പത്രത്തിന്റെ പത്രാധിപരായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഇദ്ദേഹം മിതവാദി സി കൃഷ്ണൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അടുത്തത് SNDP എന്ന് പറയുന്ന സ്ഥാപനത്തെ കുറിച്ച് നമുക്കറിയാം അല്ലെ. ആ SNDPയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മലബാറിലെ പ്രവർത്തകൻ, SNDPയുടെ മലബാറിലെ പ്രവർത്തകൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേരാ പറയേണ്ടത്? സി കൃഷ്ണന്റെ പേരാ പറയേണ്ടത്. ഇനി ഇദ്ദേഹം ഒരു ബാങ്ക് ആരംഭിക്കുകയുണ്ടായി. ബാങ്കിന്റെ പേര് കാലിക്കറ്റ് ബാങ്ക് എന്നാണ്. ഇപ്പൊ 1909 കാലിക്കറ്റ് ബാങ്ക് ആരാ കൊണ്ടുവന്നേ അല്ലെങ്കിൽ ആരാ ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരുടെ പേരാ പറയേണ്ടത്? നമ്മള് സി കൃഷ്ണന്റെ പേര് തന്നെയാണ് പറയേണ്ടത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു പോയിന്റ് അറിയോ നിങ്ങൾക്ക്? മദ്രാസ് ടെനൻസി ആക്ട് അല്ലെങ്കിൽ മദ്രാസ് കുടിയാന്മ നിയമം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. വർഷം ഏതാണ്? 1930. അപ്പൊ 1930 മദ്രാസ് കുടിയാന്മ നിയമം പാസാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് പറയണം? സി കൃഷ്ണന്റെ പേരാണ് നമ്മൾ പറയേണ്ടത്. അതുപോലെ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി അദ്ദേഹം ഒരു സംസ്കൃത പാഠശാല സ്ഥാപിച്ചു. അതിന്റെ പേര് ബാലപ്രബോധിനി സംസ്കൃത പാഠശാല എന്നാണ്. അപ്പൊ താഴ്ന്ന ജാതിക്കാർക്കായി സി കൃഷ്ണൻ സ്ഥാപിച്ച സംസ്കൃത പാഠശാലയുടെ പേര് ബാലപ്രബോധിനി സംസ്കൃത പാഠശാല എന്നാണ്. ഇനി ഇങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം, ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരംഭിച്ചത് ആര് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സി കൃഷ്ണനാണ് കേട്ടോ. ഇനി അടുത്തത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി വളരെയധികം അല്ലെങ്കിൽ അവകാശം, അതാണ് നമ്മൾ പുലകുളി, തിരണ്ടുകുളി അല്ലെങ്കിൽ എന്താണ് താലികെട്ട് കല്യാണം, അതിനെതിരെയൊക്കെ പോരാടിയ ആളാന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ അവരുടെ അവകാശങ്ങൾക്കും ഉന്നമനത്തിനും വേണ്ടി മിസ്ട്രസുമാരുടെ സംഘടനകൾ എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതിയതും ആരെന്നെയാണ്? നമ്മുടെ സി കൃഷ്ണൻ തന്നെയാണ് കേട്ടോ. മിസ്ട്രസുമാരുടെ സംഘടനകൾ എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതിയത് സി കൃഷ്ണനാണ്. അടുത്തത് 1925 കോഴിക്കോട് ബുദ്ധമത കൗൺസിലും ആരാധനാലയവും പണി കഴിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ സി കൃഷ്ണൻ. 1925 കോഴിക്കോട് ജില്ലയിൽ ബുദ്ധമത കൗൺസിൽ, അന്ന് കോഴിക്കോട് ജില്ലയൊന്നുമില്ല, പക്ഷെ മനസ്സിലാക്കുക ഇന്നത്തെ കോഴിക്കോട് കേട്ടോ. ബുദ്ധമത കൗൺസിലും ആരാധനാലയവും ഒക്കെ പണി കഴിപ്പിച്ചതും ആരെന്നെയാണ്? സി കൃഷ്ണൻ തന്നെയാണ്. ഇനി അടുത്തത് നോക്കുക, ശ്രദ്ധിക്കുക. 100 വർഷം തിരുവിതാംകൂർ സർക്കാർ ജനങ്ങളെ സ്കൂളിൽ കയറ്റുന്നത് നിരോധിച്ചു. ഇപ്പോൾ അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും എന്ന ലേഖനം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി കൃഷ്ണനാണ്. ഇത്രയാണ് സി കൃഷ്ണനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആയല്ലോ? സി കൃഷ്ണൻ എവിടുത്തുകാരനാന്ന് പറഞ്ഞു? തൃശ്ശൂർ ജില്ലക്കാരനാണ്. താലികെട്ട് കല്യാണം, പുലകുളി, തിരണ്ടുകുളി തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ച വ്യക്തിയാണ്. മിതവാദി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു. അതിനുശേഷമാണല്ലോ മിതവാദി കൃഷ്ണൻ എന്ന് വിളിച്ചത്. SNDPയുടെ കൂട്ടായ്മ കോഴിക്കോട് ആരംഭിക്കാൻ നേതൃത്വം നൽകി. മദ്രാസ് കുടിയാന്മ നിയമം പാസാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു, മിസ്ട്രസുമാരുടെ സംഘടനകൾ എന്ന പേരില് ലേഖനം എഴുതിയതും ഇദ്ദേഹം തന്നെയാണ്, സി കൃഷ്ണൻ തന്നെയാണ്. 100 വർഷം തിരുവിതാംകൂർ സർക്കാർ ജനങ്ങളെ സ്കൂളിൽ കയറ്റുന്നത്
സഞ്ചരിക്കുന്നത് നിരോധിച്ചു, ഇപ്പോൾ അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിരോധിച്ചു എന്ന ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ലേഖനം എഴുതിയതും ആരണ്യാണ്? സി കൃഷ്ണൻ തന്നെയാണ്. കൂടാതെ അദ്ദേഹം സ്ഥാപിച്ച ഒരു സംസ്കൃത പാഠശാലയുണ്ട്, ഓർക്കണം, ബാലപ്രബോധിനി സംസ്കൃത പാഠശാല എന്നാണ് അതിന്റെ പേര്. അപ്പൊ ശ്രീകൃഷ്ണനെ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് സി വി കുഞ്ഞിരാമൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ സി വി കുഞ്ഞിരാമൻ ജനിക്കുന്നത് എന്താണ് പറയുന്നത്, കൊല്ലം ജില്ലയിൽ മയ്യനാട് എന്ന് പറയുന്ന ഗ്രാമത്താണ്. വർഷം ഒന്നും ഓർക്കണ്ട, കൊല്ലം ജില്ലയിൽ മയ്യനാട് എന്ന് പറയുന്ന ഗ്രാമത്തില് ആര് ജനിക്കുകയാണ്? സി വി കുഞ്ഞിരാമൻ ജനിക്കുകയാണ് കേട്ടോ. അപ്പോ നമ്മള് സി വി കുഞ്ഞിരാമനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എന്താ പറയാ സാഹിത്യകാരനാണ് എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം അങ്ങനെ ഒരു സാഹിത്യ ലോകത്തിലേക്ക് അദ്ദേഹത്തിന്റെ എൻട്രി എങ്ങനെയാണെങ്കിൽ, പറവൂർ കേശവനാശാൻ ഒരു പത്രം സ്ഥാപിക്കുകയുണ്ടായി. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന പത്രം തന്നെയാണ് സുജനനന്ദിനി. ഏതാണ്? സുജനനന്ദിനി. അപ്പൊ പറവൂർ കേശവനാശാൻ ആരംഭിക്കുന്ന സുജനനന്ദിനി എന്ന് പറയുന്ന പത്രത്തില് പദ്യങ്ങളും ലേഖനങ്ങളും ഒക്കെ എഴുതിയിട്ടാണ് ഇദ്ദേഹം സാഹിത്യ ലോകത്തേക്ക് പ്രവേശിക്കുന്നത് എന്ന് ഓർത്തുവെക്കാം. ഇനി അടുത്തത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സി വി കുഞ്ഞിരാമനുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ്? കേരള കൗമുദി പത്രം സ്ഥാപിച്ചത് ആരാണ്? കേരള കൗമുദി പത്രം സ്ഥാപിച്ചത് ആരാണ്? സി വി കുഞ്ഞിരാമനാണ്. വർഷം എന്നാണ്? 1911. 1911 കേരള കൗമുദി പത്രം സി വി കുഞ്ഞിരാമൻ ആരംഭിക്കുകയാണ് കേട്ടോ. കൊല്ലം ജില്ലയിലെ മയ്യനാടുള്ള സുവർണ പ്രകാശം എന്ന് പറയുന്ന പ്രസിൽ നിന്നാണ് കേരള കൗമുദി പത്രം പ്രസിദ്ധീകരിച്ചതെന്ന് ഓർക്കണം. കൊല്ലം ജില്ലയിലെ മയ്യനാടാണ് സി വി കുഞ്ഞിരാമന്റെ ജന്മസ്ഥലം. അവിടെയുള്ള സുവർണ പ്രകാശം എന്ന് പറയുന്ന പ്രസിൽ നിന്ന് കേരള കൗമുദി പത്രം ആരംഭിക്കുകയാണ്? നമ്മുടെ സി വി കുഞ്ഞിരാമൻ ആരംഭിക്കുകയാണ്. എന്നാൽ കേരള കൗമുദി ഒരു ദിനപത്രമായിട്ട് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നു. അപ്പൊ 1911 ഇത് ആരംഭിച്ചുവെങ്കിലും അതൊരു ദിനപത്രമായത് 1940 മുതലാണ്. ദിനപത്രമായത് 1940 മുതലാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കി നോക്കുക, തീയൻ കേട്ടിട്ടുണ്ടാവും, തീയൻ, അതുപോലെ സിംഹളൻ, ഭാഷാഭിമാനി, പി കെ എന്നീ പേരുകളിലൊക്കെ കേരള കൗമുദി പത്രത്തില് ലേഖനങ്ങൾ ആരാ എഴുതിയിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി വി കുഞ്ഞിരാമനാണ്. ഏതൊക്കെ പേരിലാ? തീയൻ എന്ന പേരിൽ, സിംഹളൻ എന്ന പേരിൽ, ഭാഷാഭിമാനി എന്ന പേരിൽ, പി കെ എന്ന പേരിലൊക്കെ കേരള കൗമുദി പത്രത്തിൽ ഇദ്ദേഹം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് ഓർക്കണം. അടുത്തത് വേറൊരു പത്രം ഉണ്ട്. ആ പത്രത്തിന്റെ പേര് മലയാള രാജ്യം എന്ന് പറയുന്ന പത്രമാണ്. മലയാള രാജ്യം എന്ന പത്രത്തിന്റെ സ്ഥാപക പത്രാധിപർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും സി വി കുഞ്ഞിരാമന്റെ പേര് പറയണം. മലയാള രാജ്യം എന്ന പത്രത്തിന്റെ സ്ഥാപക പത്രാധിപരും ആരെന്നെയാണ്? സി വി കുഞ്ഞിരാമൻ തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് 1936 മതപരിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്ന വലിയൊരു ലഹള നടക്കുകയുണ്ടായി. അതിന് നേതൃത്വം നൽകിയതും സി വി കുഞ്ഞിരാമനാണ്. 1936 മതപരിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവും ആരണ്യാണ്? സി വി കുഞ്ഞിരാമൻ തന്നെയാണ്. ഇനി ഇദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് നോവലുകൾ ഒന്ന് ഓർത്തു വെക്കുക. പഞ്ചവടി, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ശ്രീകോവിൽ, രാഗപരിണാമം. പഞ്ചവടിയാണ് ചോദിച്ചേക്കണേ. പഞ്ചവടി, ശ്രീകോവിൽ, രാഗപരിണാമം. പഞ്ചവടി, ശ്രീകോവിൽ, രാഗപരിണാമം സി വി കുഞ്ഞിരാമന്റെ നോവലുകളാണ് എന്ന് ഓർത്തു വെക്കാം. പിന്നെ നമ്മൾ പഠിച്ചത് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളെയാണ്, സി വി കുഞ്ഞിരാമനും സി കൃഷ്ണനും. ഇവരെയൊക്കെ നമ്മൾ അങ്ങനെ വിട്ടുപോണ ആൾക്കാരാണ്. നമ്മൾ പത്രാധിപർ അങ്ങനെയുള്ള പൊസിഷനിൽ മാത്രം കണ്ട് അത് മാത്രം പഠിച്ചു വെക്കുന്നതാണ്. അപ്പൊ ഇവരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലാസ് കേട്ട് മനഃപ്പാഠമാക്കി വെക്കുക. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ കേട്ടോ. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണ്, എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.